ഉണ്ടാകും. നമ്മൾ പഠിച്ചതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ ഒത്തിട്ടുണ്ടോ എന്നുള്ളത്. അതിനൊരു ചെറിയ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നീങ്ങാം. ഒരിക്കൽ മഹാനായ താബിഈയ എന്ന് പറഞ്ഞാൽ സഹാബാക്കളെ കണ്ടവർക്കാണ് താബിഈ എന്ന് പറയുന്നത്. താബിഈയ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ്. പഴയ കാലത്തൊക്കെ നമുക്ക് ഹറമിൽ ആ രംഗങ്ങളൊക്കെ കാണാമായിരുന്നു. പരിശുദ്ധ റൗളയിൽ ആ രൂപം കാണാമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഹറമിൽ നമ്മൾ രാത്രി ഒരു 2 മണി 2 മണി സമയത്തൊക്കെ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ നല്ല നിലയിൽ കൽബുകൾ ഉടമസ്ഥനായ റബ്ബിലേക്ക് ചേർത്തുകൊണ്ട് ആ കഅബത്ത് ശരീഫിയുടെ ചുറ്റുഭാഗമൊക്കെ നടക്കുമ്പോൾ നല്ല നല്ല മനുഷ്യരെ കാണാം, ശരിയായ മനുഷ്യരെ കാണാം. ആ മനുഷ്യർ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുണ്ട്, അല്ലാഹുവുമായി വല്ലാത്ത ബന്ധം സ്ഥാപിച്ചവരുണ്ട്. അവരുമായി നമ്മൾ അല്പസമയം ഇരിക്കുമ്പോൾ തന്നെ ബാറ്ററി ചാർജ് ചെയ്യും പോലെയാണ് നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ പരിശുദ്ധ റൗളയിലും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയാകുമ്പോൾ കയറിയ പിന്നീട് അവിടുന്ന് സാധാരണ എഴുന്നേൽപ്പിച്ച് വിടലില്ല. ഏതാണ്ട് ഇശാ കഴിഞ്ഞിട്ട് നമ്മുടെ മിത്രമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോയാൽ മതി. 10 മിനിറ്റ് തന്നെ കിട്ടില്ല. അങ്ങനത്തെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ മനുഷ്യരും കാണുന്നതിനെ നമുക്ക് മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, ശരിയായ മനുഷ്യരെ അവിടെ കാണാം. എത്രത്തോളം മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള സമയം മഖ്ലൂഖുകളുമായി മിണ്ടില്ലാതെ തീരുമാനമെടുത്ത മനുഷ്യരെയൊക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു. അങ്ങനെ അല്ലാഹുവുമായി ലയിച്ചു ചേർന്ന ചില ദിക്റുകൾ, ആ ദിക്റിന്റെ സമയത്ത് അവരുടെ ആ ശാരീരിക അവസ്ഥകൾ നമ്മൾ എന്തെങ്കിലും ആ സന്നദ്ധങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ കാണിക്കും. ഇവനെ ചെറിയ കയ്യിൽ വെച്ചിട്ട് അതിനുശേഷമേ ഞാൻ വാ തുറക്കും. അത് നമ്മളൊക്കെ സംസാരിച്ചിട്ടില്ല, ആംഗ്യത്തിലൂടെ കാണിക്കും. അതായത് മനുഷ്യർ ഒരുപാട് ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മളും ജീവിക്കുന്നു. പൊതുവെ അങ്ങനെയുള്ള ചില ആൾക്കാരുടെയൊക്കെ വാതിലെ ബോർഡുകളെ കുറിച്ച് റസാലി ഇമാമിനെ പോലുള്ളവർ എഴുതുന്നുണ്ട്. അൽ ഖൈറു കുല്ലുഹു ലിമൻ ലം യഅരിഫനി. എന്നെ പരിചയപ്പെടാതെ പോകുന്നവർക്ക് എല്ലാ ഖൈറുകളും ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞിട്ട് തിരിച്ചെഴുതുന്നുണ്ട്, എന്നെ ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ അവർക്ക് ശർറും ഉണ്ടാകട്ടെ. അത് എന്നെ ആരും പരിചയപ്പെടണ്ട, എന്റെ അടുക്കലേക്ക് ആരും വരണ്ട. കാരണം ഈ വരുന്നത് ചിലപ്പോൾ മൂർഖപാമ്പുകളാകും. വന്നിരുന്നിട്ട് ഏതെങ്കിലും ഒരുത്തിനെ കുറിച്ചൊന്ന് പറയുന്നതോടുകൂടി എൻ്റെ എല്ലാം പൊളിയും. അതുകൊണ്ട് എന്നെ ആരും പരിചയപ്പെടാൻ വരാതിരുന്നാൽ ഞാൻ ദുആ ഇപ്പോഴേ ചെയ്തിട്ടുണ്ട്, അവർക്ക് അല്ലാഹു എല്ലാ ഖൈറും തരട്ടെ. എന്നെ വന്ന് പരിചയപ്പെടുന്നെങ്കിൽ അവർക്ക് നാശം ഉണ്ടാകട്ടെ. അതങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഈ വന്നിട്ട് എന്നെ കൂടി തകർക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഒരുപാട് കഴിഞ്ഞു പോയ നാടാണ് നമ്മുടെ ഈ നാട്. ഇപ്പോഴും ഉണ്ടാകും അൽഹംദുലില്ലാഹ് ഒരുപാട് നല്ല മനുഷ്യർ. അതുകൊണ്ടൊക്കെയാണ് ഈ നാടിങ്ങനെ നിലനിൽക്കുന്നതും. ഏതാണെങ്കിലും പൊതുവെ അവരുടെയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുക. കാരണം മനുഷ്യനെ പേടിയാണ് അവർക്ക്. കാരണം നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ, കൈ നീക്കുന്നതെല്ലാം ചോർന്നു പോകുമോ, ആ ഒരു വലിയ പേടി. നമുക്ക് മനുഷ്യനെ പേടിയില്ല, നമുക്ക് പേടി എന്താ, ഭൗതിക വസ്തുക്കളെയാണ് പേടി. നമ്മളൊരു മൂർഖം പാമ്പ് കടിച്ചു, നമ്മൾ മരിച്ചാൽ നഷ്ടപ്പെടാനൊന്നുമില്ല, ശഹാദത്തിന്റെ കൂലിയ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പാമ്പിനെ ഒപ്പിച്ചിട്ട് ചാടിപ്പെടുക്കാനല്ല. ഒരു പാമ്പ് നമ്മളെ കടിച്ചു വന്നാൽ നമുക്ക് ഷഹാദത്തിന്റെ കൂലിയുണ്ട്. നേരെ മറിച്ച് ഈ പറഞ്ഞാൽ അടുത്തിരുന്ന് ഒരുത്തൻ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ചെവിയിലേക്ക് കുത്തിവെച്ചാൽ നമ്മുടെ അമര് മൊത്തം പൊളിഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം മനുഷ്യർ. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് സഹാബാക്കളെ കണ്ട താബിഈയാണ്. ഈ സംഭവം ഇബ്നു ഹിബ്ബാൻ തന്റെ കിതാബ് സിഫാത്തിൽ പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ ഈ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് താൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കും. എന്തിന്? അല്ലാഹുവിന്റെ സൃഷ്ടികളെ കാണാൻ, അല്ലാഹുവിന്റെ ലോകത്തെ അത്ഭുതങ്ങൾ കാണാൻ. ഈ മഹാനവരെ ഇങ്ങനെ ഒരു വിശാല മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ താൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ടെന്റ് എന്ന് പറഞ്ഞാൽ എവിടുന്നോ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ട് ഇന്നലെ അസറിന് ശേഷം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയത്തിന്റെ ദുആയാണ് ആ മനുഷ്യൻ പറയുന്നത്. സൂറത്തുൽ നഹ്ലിൽ 19-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. ഇതിങ്ങനെ ആവർത്തിച്ച് കരഞ്ഞുകൊണ്ടൊരു മനുഷ്യന്റെ സൗണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, ഒരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്, ഒരു ചെറിയ പലക. ആ പലകയുടെ പുറത്ത് കിടക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇയാൾക്ക് 2 കണ്ണും കാണാത്ത ആളാണ്. ഇയാളുടെ 2 കാലും ചലിക്കുന്നില്ല, 2 കൈയും ചലിക്കുന്നില്ല. ഒരു മയ്യത്ത് പോലെ കിടക്കുന്ന മനുഷ്യൻ. ആ ഇത് മാത്രമേ ഉള്ളൂ. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ
വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് കുറേ സമയം അവിടെ ഇങ്ങനെ ചെന്ന് നിന്നതിന് ശേഷം ഈ മനുഷ്യന്റെ ഈ സൗണ്ട്, ഈ ദുആ ഒന്ന് നിർത്തിയ സമയത്ത് പറഞ്ഞ എത്രയാണെന്റെ തുടക്കം, ബാക്കി നമുക്ക് സഹോദരന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. റബ്ബി എന്റെ നാഥ ഔസിഇനി, എനിക്കൊരു മനസ്സ് താ റബ്ബേ, അൻ അഷ്കുറ നിഅമതക, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ് താ റബ്ബേ. 24 മണിക്കൂർ കഴിഞ്ഞ് കിടന്നിട്ട് ഒരു അൽഹംദുലില്ലാ പറയാൻ എനിക്ക് തോന്നുന്നില്ല, ഒരു അൽഹംദുലില്ലാ പറയാൻ തോന്നുന്നില്ല. നേരെ മനസ്സിൽ സ്വന്തം ഭാര്യ എല്ലാം ചെയ്തു തരുന്നു. ആ ഭാര്യ നമ്മുടെ കൂടെ ജീവിക്കുന്ന സാധനമാണ്, എല്ലാം ചെയ്തു തരുന്നത് കാണുന്നു. ഇത്രയും ചെയ്തു തന്നിട്ടും നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല എങ്കിൽ ഉടനെ അവിടെ തന്തയ്ക്ക് വിളിച്ചു, അവിടെ തള്ളയ്ക്ക് വിളിച്ചു, എവിടെയെല്ലാം വിളിക്കുക അവിടെ എല്ലാം വിളിച്ചു, ഒക്കെങ്കിൽ കഥകുതിക്ക് അടിയും കൊടുത്തു. ഈ സൈസ് നന്ദികൾ കാണിക്കണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പനത്തില്ല. ഒരു മനുഷ്യന്റെ ഉപകാരത്തിൽ ഒന്ന് കാണാൻ മനസ്സില്ല. എത്ര മനുഷ്യരാണ് അങ്ങനെ ഉള്ളത്? ഏതായാലും പോട്ടെ, ഈ മനുഷ്യന്റെ ദുആ, അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സെനിക്ക് താറപ്പ്, ഒരു മനസ്സെനിക്ക് താറപ്പ്. ആ ദുആ കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ദുആ ചെയ്യുന്നത്? നിങ്ങളുടെ 2 കാലും ചലിക്കുന്നില്ല, നിങ്ങളുടെ 2 കൈയും ചലിക്കുന്നില്ല, നിങ്ങളുടെ കണ്ണും കാണുന്നില്ല. ഈ കൊച്ചൊരു ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയ ടെന്റ് പോലത്തെ വീട്, ഇതിനകത്ത് നിങ്ങളിങ്ങനെ പലകയിൽ കിടന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? നിങ്ങൾ എന്താ നിങ്ങൾക്ക് കിട്ടിയ നിഅമത്ത്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖൽബൻ ഷാകിറ വലിസാനൻ ദാകിറ. ഖൽബൻ ഷാകിറ, നന്ദി കാണിക്കുന്ന മനസ്സ്, വലിസാനൻ ദാകിറ, ദിക്ർ ചെയ്യുന്നൊരു നാവ്. കണ്ട തെമ്മാടിത്തരമൊക്കെ പറയാൻ നമ്മുടെ നാക്ക് ചലിക്കും. പ്രിയമുള്ളവരെ, നോമ്പ് 18 ഇന്നലെ 100 ദിക്ർ നമ്മുടെ നാവ് കൊണ്ട് നാം ചൊല്ലിയും. നോമ്പ് 18 ഇന്നലെ 100 സ്വലാത്ത് നമ്മുടെ നാവ് കൊണ്ട് നാം ചൊല്ലിയും. ഈ നോമ്പ് 18 ഇന്നലെ ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം നമ്മളെ കൊണ്ട് ചൊല്ലാൻ സാധിച്ചോ? ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി 100 പ്രാവശ്യം ചൊല്ലുമായിരുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തിഗ്ഫാർ. നമ്മൾ എത്ര ചൊല്ലി? അതാ പറഞ്ഞത്, മനുഷ്യനെന്ന വലിയ ഭാഗ്യമാണ് ലിസാനൻ ദാകിർ, നന്ദി അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു നാക്കും നന്ദി കാണിക്കുന്ന ഒരു ഹൃദയവും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ആ വിഷയം നമ്മൾ എന്നും ഓർത്തു വെക്കും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, അത് അപ്പോഴേ മറന്നു, ഞാൻ അതിനെക്കുറിച്ച് ചർച്ചയില്ല. ആ ഒരു അവസ്ഥയിലുള്ള കൽബ് ഒരു മനുഷ്യന്റെ ഭാഗ്യമല്ലേ? എനിക്ക് എന്റെ റബ്ബ് അത് തന്നില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ പറയാൻ ഭാഗ്യം കിട്ടിയത്. അപ്പൊ പിന്നെ ഞാൻ ഇതിനപ്പുറം എനിക്ക് എന്ത് ഭാഗ്യമായി എനിക്ക് കിട്ടാനുള്ളത്? ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? എന്ത് ഞാൻ ചെയ്ത് തയ്യാറാണ്? എൻ്റെ 13 വയസ്സുകാരൊരു മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ആ മോൻ എൻ്റെ കൂടെ നിന്നിട്ടാണ് എന്തെങ്കിലുമൊക്കെ എന്നെ സഹായിക്കുന്നത്. ഒരു ദിവസമായി എൻ്റെ മോനെ കാണുന്നില്ല. എൻ്റെ മോൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നൊന്ന് നോക്കുമോ? ഇത് പറഞ്ഞപ്പോ ഈ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് അവിടെ എല്ലാം പലരും നോക്കി. 13 വയസ്സുകാരനായ ഈ മനുഷ്യന്റെ മോനെ നോക്കി നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്, ആ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കടിച്ചു കീറിത്തിന്നിട്ട് ബാലൻസ് ആക്കിയിട്ടിരിക്കുന്ന പറഞ്ഞാൽ ഏതോ മൃഗങ്ങൾ വന്ന് ഈ കുഞ്ഞിനെ പിടിച്ചു, ആ കുഞ്ഞിനെ തിന്നു. അതിന്റെ ബാലൻസ് അവശിഷ്ടമായി കിടക്കുന്ന ഒരു മയ്യത്ത കാണാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് അവിടെ നിന്ന് ആലോചിക്കുക, അല്ലാഹുവേ ഞാൻ എന്താ ചെയ്തില്ല മനുഷ്യന്മാർ പറയുക. രണ്ടാമതൊരു വിഷയം, ആ മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞു പോയി എഴുന്നേറ്റ് നടക്കാനൊക്കാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മനുഷ്യനെ കളത്തിന് ഞാനിനി എങ്ങനെയാണ് പോവുക? വല്ലാത്ത പ്രതിസന്ധിയിലായി. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് അവിടെ നിന്ന് ആലോചിക്കുന്നു, ഞാൻ എന്ത് ചെന്നിട്ട് ഈ മനുഷ്യനെ പറഞ്ഞ് സമാധാനിപ്പിക്കും? കാരണം ഈ മോൻ ഇനിയില്ല, എന്തോ ഞാൻ പറയും? വല്ലാത്ത സങ്കടത്തിൽ അവിടെ നിന്ന് ആലോചിച്ചു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയാം. അങ്ങനെ നേരെ ആ മനുഷ്യന്റെ ഉള്ളിൽ ചെന്നു. ചെന്നതിന് ശേഷം ചെന്നപ്പോൾ തന്നെ ചോദിച്ചു, ഇവിടെ നിന്ന ആള് തന്നെയാണോ? എൻ്റെ മോനെ അന്വേഷിക്കാൻ പോയ ആളാണോ? അതെ, ഞാൻ തന്നെ. മോനെ കിട്ടിയോ? ആ സമയത്ത് പറഞ്ഞു, അങ്ങ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങളൊക്കെ അറിയൂ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിരുന്നു, ഭയങ്കര നിഅമത്തിന്റെ ഉടമയായിരുന്നു. ആ നിഅമത്തുകൾ ഓരോന്ന് അല്ലാഹു പിടിച്ചു. മക്കളെ മുഴുവൻ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയി. അവസാനം
ഭാര്യയുമായി രോഗത്തിന്റെ അവസ്ഥയിൽ നാടുവിടുന്ന ഒരു അവസ്ഥ വന്നു, വീണ്ടും വിട്ടു. അങ്ങനെ പോയ അവസ്ഥയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞ വാക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഈ കിടക്കുന്ന മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ പറഞ്ഞു, വജദഹു സാബിറൻ ശാകിറൻ ഹാമിദ. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ആ സമയത്തെ അവസ്ഥ സാബിറ, പരിപൂർണ്ണ ക്ഷമയുള്ളവനായിരുന്നു, ഹാമിദ, അങ്ങേയറ്റം സ്തുതിക്കുന്നവനായിരുന്നു, ഷാകിറ, അങ്ങേയറ്റം നന്ദിയുള്ളവനായിരുന്നു. വീണ്ടും ആ മനുഷ്യൻ അവിടെ കിടന്നു പറയുക, വജദഹു സാബിറൻ ഹാമിദൻ ഷാകിറ. വീണ്ടും പറഞ്ഞു, വജദഹു സാബിറൻ ഹാമിദൻ ഷാകിറ. അള്ളാഹുവിനെ സ്തുതിക്കുന്നവനായി, അള്ളാഹുവിനോട് നന്ദിയുള്ളവനായി, അങ്ങേയറ്റം നിയന്ത്രണ വിധേയമായി അയ്യൂബ് നബി അലൈഹി സ്വലാം വീണ്ടും യാത്ര മുന്നോട്ട് പോയി. ഇടയ്ക്ക് നിന്ന് കിട്ടിയത് അതെല്ലാം തിരിച്ച് അള്ളാഹുവിന് തന്നെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, എന്റെ മോന്റെ കാര്യം എന്താ, അത് നീ പറ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഫസ്ബിർ വഹ്തസിബ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. മോൻ ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലാന്നും പറഞ്ഞില്ല. ഫസ്ബിർ, അങ്ങ് ക്ഷമിക്കുക. വഹ്തസിബ്, അങ്ങ് പടച്ചുകൊണ്ടിരിക്കുന്ന കൂലി വാങ്ങുക എന്ന് പറഞ്ഞപ്പോ വീണ്ടും ചോദിച്ചു, മോൻ മരിച്ചോ? മോനെ മരിച്ചുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു. അതിനുശേഷം പറഞ്ഞൊരു വാക്കുണ്ട്, എങ്ങനെ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് അല്ലദീ ലം യുഖ്ലിബ്നി ഖൽബൻ വയഅസീഹി വയുഅദ്ദിബുഹു ഫിന്നാർ. അല്ലാഹുവേ, സർവസ്തുതി നിനക്കാണ്. എൻ്റെ മോന് 13 വയസ്സേ ആയുള്ളൂ, അവന് പ്രായപൂർത്തി എത്തിയിട്ടില്ല. നിനക്കാണ് സർവസ്തുതി. എന്തിന്? എനിക്കൊരു കുഞ്ഞിനെ നീ തന്നു. അവനൊരു പാപം ചെയ്തിട്ടില്ല. കാരണം അവന്റെ ഹിസാബ് എടുക്കുന്നത് 15 വയസ്സ് മുതലാണ്. അപ്പൊ ഒരു പാപം ചെയ്യാത്തൊരു കുഞ്ഞിനെ തന്നു. നേരെ മരിച്ചെനിക്ക് നീ ഒരു കുഞ്ഞിനെ തന്നിട്ട് അവൻ നിന്നോട് എതിര് ചെയ്തിട്ട് നാളെ നിന്റെ മുന്നിൽ വരുമ്പോ അവനെ കാലിൽ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? എനിക്ക് എന്റെ മോനെ തന്നു, നീ എന്റെ മോനെ പിടിച്ചു. വെറും 13 വയസ്സ് പ്രായപൂർത്തിയാത്ത മോൻ എനിക്ക് നാളത്തേക്കുള്ള സമ്പാദ്യമാണ്. നാളെ അർശിന്റെ തണലിലേക്ക് എന്നെ വിളിച്ചു നിർത്തുന്ന മോനാണ്. പ്രായപൂർത്തിയെത്താത്തൊരു കുഞ്ഞ് മരിക്കുകയും ആ പിതാവ് പരിപൂർണ്ണ സംതൃപ്തനാകുകയും ചെയ്യുകയാണെങ്കിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വീട് അവർക്ക് കൊടുക്കുമെന്ന ഹദീസിൽ കാണാം. ഞാൻ ആ വീട് സമ്പാദിച്ചു എന്റെ 13 വയസ്സായ മോനിലൂടെ. അല്ലാഹുവേ, ഇനി എനിക്ക് സമ്പാദിക്കാൻ ഒന്നുമില്ല റബ്ബേ, എന്റെ സമ്പാദ്യം കഴിഞ്ഞു, ഇനി എനിക്ക് ആസ്വദിക്കാനുള്ള സമയമാണ് വേണ്ടത് റബ്ബേ എന്നൊരു ദുആ ചെയ്യുന്നു. ഈ കേട്ടോണ്ട് നിന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹ്മഹുല്ലാഹ് ഈ മനുഷ്യന്റെ തലയെടുത്ത് തന്നെ മടിയിൽ വെച്ച് ഇങ്ങനെ തടയിക്കൊണ്ടാണ് ഈ സംഭാഷണം ഒക്കെ നടത്തിയത്. എനിക്കൊന്നും വേണ്ട റബ്ബേ, എന്റെ സമ്പാദ്യം കഴിഞ്ഞു, എന്റെ മോനെ എനിക്ക് കിട്ടി. നാളെ അർശിന്റെ ചോട്ടിലേക്ക് എന്നെ വിളിച്ചു നിർത്താൻ, നാളെ സ്വർഗത്തിലേക്ക് എന്നെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകാൻ എന്റെ മോൻ എനിക്ക് ആയി കഴിഞ്ഞു റബ്ബേ. എനിക്ക് ജീവിച്ചിട്ട് കഥയില്ല, സമ്പാദ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ മനുഷ്യൻ അവിടെ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുകയും വല്ലാതെ വിങ്ങിപ്പൊട്ടിയ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി, കാരണം എന്താ ഈ മനുഷ്യൻ ഇനി ചെയ്യുക പറഞ്ഞു തീരുന്നതിനൊപ്പം അദ്ദേഹം യാത്രയായി. അള്ളാഹുവിലേക്ക് യാത്രയായപ്പോ ഈ മടിയിൽ തലയിൽ വെച്ചിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി പൊട്ടിക്കരഞ്ഞു. അള്ളാഹുവേ, ഈ മനുഷ്യൻ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതിനെ എവിടെയാണ് കൊണ്ടുപോയി അടക്കേണ്ടത്? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുന്ന അള്ളാഹുവേ, നീ എന്നെ സഹായിക്കണേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ചെറുപ്പക്കാർ അതുവഴി വരുന്നതും അവരെ മഹാനവറുകൾ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം അവർ ചോദിച്ചത് ആരാണ്? എനിക്കറിയില്ല. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ മകന്റെ മയ്യത്താണ് ഞാൻ ആ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. തലയും എല്ലും മാത്രമേ ഉള്ളൂ, ബാക്കിയതൊക്കെ ഏതോ ജീവികളിൽ തിന്നു തീർത്തു. 13 വയസ്സുള്ള മോനാണത്. അവസാനം മുഖത്തുനിന്ന് തുണി മാറ്റി നോക്കുമ്പോൾ അവർ പറഞ്ഞു, ഇതാണ് ഏറ്റവും വലിയ ഉന്നതനായ അബൂ ഖുലാബത്തുൽ ജിർമി, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്താഫാണ് അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു മോനാണ് ഏറ്റവും വലിയ പണ്ഡിതനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യനാണ് ഈ മനുഷ്യൻ അബൂ ഖുലാബത്തുൽ ജിർമി. നമുക്ക് നെറ്റിലടിച്ചു നോക്കിയാൽ മഹാനവരുടെ താരീഖുകൾ കാണാം.
ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു വലിയ മഹാനാണ്. ജനങ്ങളുമായിട്ട് എനിക്ക് സഹകരണം വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യൻ ഒതുങ്ങി പോയതാണ്. അള്ളാഹുവിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ എല്ലാവരും കൂടി കൊണ്ടുപോയി ജനാസ ഖബറടക്കി. അത് കഴിഞ്ഞിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഇതിന്റെ രണ്ടാമത്തെ ദിവസം ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഈ മനുഷ്യന് സ്വർഗത്തിൽ വല്ലാതെ നല്ല ആരോഗ്യവാനായി ഉല്ലസിക്കുന്നു. മോനും തന്റെ തൊട്ടടുത്തുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു, നീ എന്റെ മോനെത്തേക്ക് പോയ മനുഷ്യൻ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ആ സൗണ്ട് ഇതായിരുന്നു, സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു രക്ഷ ഉണ്ടാകട്ടെ. ബിമാ സബർതും, നിങ്ങൾ കുറേ നിയന്ത്രിച്ചാണ് ജീവിച്ചത്. ഫനിഅമ ഉഖബദ്ദാർ, നശിക്കുന്ന ദുനിയാവല്ല ഇത്, ഇതാണ് ശരിയായ വീട്. ഈ വീടിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. ആ വീട്ടിലാണ് നമുക്ക് ഇടം വേണ്ടത്. ഈ നശിക്കുന്ന ദുനിയാവ് കുറെ കിട്ടിയിട്ട് കഥയില്ല. നമ്മുടെ മക്കളിൽ അല്ലാഹു കാക്കട്ടെ, ഒരെണ്ണം തലതിരിഞ്ഞാലും മതി, നമ്മുടെ എല്ലാ ഇസ്സത്തും പോകും, നമ്മുടെ എല്ലാ സമ്പാദ്യവും പോകും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ശപിക്കപ്പെട്ട മക്കളെ വളർത്തുന്ന പിതാക്കളാണ് ഇത് തഹജ്ജുദ് നമസ്കരിക്കുന്ന പിതാക്കൾ. എന്തുകൊണ്ട്? നമ്മുടെ മകള് നമുക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, ഏതാണ്ട് മാസം 3 മാസം ഇരിക്കുമ്പോ പാപ്പ എനിക്ക് 5000 രൂപ വേണം, ചിലപ്പോ പറയും 15000 രൂപ വേണം. എന്തിനാ മോളെ? ഒന്ന് ത്രെഡ് ചെയ്യാനാ, പിരികം ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്, അവരുടെ ഷേപ്പ് വരുത്താനാ. എന്റെ പൊന്ന സഹോദരങ്ങളെ, നമുക്ക് രസമാണ് ത്രെഡ് ചെയ്യൽ. മോളെ മോന്തയ്ക്ക് നല്ല സൗന്ദര്യമാണ്, നല്ല ഗ്ലാമറാ. പക്ഷെ ഹബീബായ മുത്തിന്റെ വാക്കാണ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? പ്രൊഡക്റ്റ് ചെയ്യുന്നവളെയും ശപിച്ചു, അത് ചെയ്ത് കൊടുക്കുന്നവളെയും ശപിച്ചു. എന്തൊരു വാക്കാണത്! അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഈ ശാപം പേറിയ മൽഊനത്തിനെയാണോ ഞാനും നിങ്ങളും മക്കളായി തൂക്കിക്കൊണ്ട് നടക്കുന്നത്? ഈ മൽഊനത്തിനെയാണോ ഞാനും നിങ്ങളും ഭാര്യയായി തൂക്കിക്കൊണ്ട് നടക്കുന്നത്? ഈ മൽഊനത്തിനെയാണോ നമ്മൾ ഓരോരുത്തരും സഹോദരിയായി തൂക്കിക്കൊണ്ട് നടക്കുന്നത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ പറഞ്ഞു വന്നതും എന്തായിരുന്നു? നമ്മുടെ ഇൽമിന്റെ നൂറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിന്റെ നൂറ് നമുക്കെടുത്ത് തകർത്ത് കളഞ്ഞാൽ ഇത് യാതൊരു വഴിയുമില്ല. ഇന്നലത്തോടൊപ്പം ഇതും കൂടി ചേർത്ത് വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും 11 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഇതിനുള്ളിൽ നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ ഇൽമിനെ പ്രകാശിപ്പിച്ച് മുന്നിലേക്ക് നീങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹത്തുക്കൾ കിടന്ന സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മളെയും ചേർക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി സക്കാത്തിന്റെ വിഷയത്തിൽ